ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് ക്ലാസ് ബേസ്ഡ് വ്യൂസിനെ കുറിച്ചാണ്. ജാങ്കോയിലുള്ള ക്ലാസ് ബേസ്ഡ് വ്യൂസ് അതെങ്ങനെയാണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലാസ് ബേസ്ഡ് വ്യൂസ് എന്തൊക്കെയാണ്, അത്തരം കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ജാങ്കോ ബേസിക്സ് നോക്കിയ സമയത്ത് ഫംഗ്ഷൻ ബേസ്ഡ് വ്യൂസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇത്ര നാൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ ആമസോൺ ക്ലോൺ, അതായത് ഒരു ഇ കോമേഴ്സ് ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യുന്ന നമ്മുടെ ട്യൂട്ടോറിയൽ, അതിനകത്തും ആ പ്രൊജക്റ്റിനകത്തും നമ്മൾ യൂസ് ചെയ്തത് ഫംഗ്ഷൻ ബേസ്ഡ് വ്യൂസ് ആണ്. അപ്പോൾ ക്ലാസ് ബേസ്ഡ് വ്യൂസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റും കൂടി ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഈ ഒരു വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഇത് നമ്മുടെ ഒരു വെബ്സൈറ്റ് ജസ്റ്റ് ഒരു ഡെമോയ്ക്ക് വേണ്ടി നമ്മൾ നേരത്തെ സെറ്റപ്പ് ചെയ്തൊരു വെബ്സൈറ്റ് തന്നെയാണ്. അപ്പോൾ ഇത് നോക്കി കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ജസ്റ്റ് കുറച്ച് സ്റ്റുഡൻസിൻ്റെ പേര് മാത്രമേ കാണുന്നുള്ളൂ. ഇവിടെ 3 സ്റ്റുഡൻസ് ആൾറെഡി ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു ബട്ടൺ മാത്രമേ ഉള്ളൂ. ബട്ടൺ എന്ന് പറയുന്നത് ഒരു പോസ്റ്റ് റിക്വസ്റ്റ് എന്താ പറയുക ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബട്ടൺ അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കോഡിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ ഞാൻ VS കോഡ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ആ ഒരു പേജ്. ഈ ഒരു ഇൻഡെക്സ് എന്ന് പറഞ്ഞ ഈ ഒരു ഫംഗ്ഷനിൽ നിന്നാണ് ആ ഒരു വ്യൂ വരുന്നത് അവിടെ. ഓക്കെ, അത്രയും നിങ്ങൾക്ക് മനസ്സിലായി തോന്നുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ക്ലാസ് ബേസ്ഡ് വ്യൂസ് എഴുതുക? അപ്പോൾ എന്തുകൊണ്ടാണ് ക്ലാസ് ബേസ്ഡ് വ്യൂസ് ഈ ഫംഗ്ഷൻ ബേസ്ഡ് വ്യൂസ് തന്നെ പോരെ എന്ന് ചോദിക്കാം. പക്ഷേ ആക്ച്വലി നമ്മളിപ്പോൾ ജാങ്കോ എന്ന് പറഞ്ഞാൽ ഹൈലി സ്കെയിലബിൾ ആയിട്ടുള്ളൊരു ഫ്രെയിംവർക്കാണ്. നമ്മൾ സ്കെയിലബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ബിൽഡ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഫ്രെയിംവർക്കാണ് ജാങ്കോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ ഒരു സോഫ്റ്റ്വെയർ എന്തെങ്കിലും, അല്ലെങ്കിൽ അതായത് ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യുമ്പോൾ കുറച്ച് യൂസേഴ്സേ കാണുള്ളൂ. പക്ഷെ പോകെ അതിന്റെ യൂസർ ബേസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നമ്മൾ സ്കെയിൽ ചെയ്യണം. അതായത് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ചെറിയൊരു യൂസറിന് വേണ്ടി ഉണ്ടാക്കി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ സ്കെയിൽ ചെയ്യേണ്ടി വരും, കുറേ യൂസേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ പാടില്ല. അപ്പോൾ അതുപോലെ സ്കെയിൽ ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്ന സമയത്ത് ഈ ഫംഗ്ഷൻ ബേസ്ഡ് വ്യൂസ് എന്ന് പറയുന്നത് അത്ര കേപ്പബിൾ അല്ല. അപ്പോൾ അത്തരം ഒരു പോരായ്മ കാര്യങ്ങളൊക്കെ നികത്താൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലാസ് ബേസ്ഡ് വ്യൂസ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതും അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതായത് നിങ്ങളൊരു ജോബിന്റെ ഇന്റർവ്യൂവും കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ചോദിക്കുക എന്തൊക്കെയാണ് വ്യൂസിനെ കുറിച്ച് എന്തൊക്കെ അറിയാം എന്ന് പറയുന്ന സമയത്ത് വ്യൂസ് എന്ന് പറയുന്നത് ഇന്ന ഒരു സംഭവമാണ് എന്നൊക്കെ പറഞ്ഞു, ഏതൊക്കെ തരം വ്യൂസ് അറിയാം എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ബേസ്ഡ് വ്യൂസ് അറിയാം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പ്ലസ് പോയിന്റ്സ് ഒന്നും കിട്ടാനില്ല. ഓക്കെ, അത് ബൈ ഡിഫോൾട്ട് ആയിട്ട് ഒരു ജാങ്കോ പഠിക്കുന്ന ഒരു ജാങ്കോ അറിയാവുന്ന ഒരാൾക്ക് അറിയേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ അതിനപ്പുറം നിങ്ങൾക്ക് ക്ലാസ് ബേസ്ഡ് വ്യൂസ് എന്ന് അറിയാമെന്നൊക്കെ പറയുന്നത് അതൊരു പ്ലസ് പോയിന്റ് ആണ്. സോ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇപ്പൊ നിങ്ങൾ ഓൾറെഡി ഇതാണ് നമ്മുടെ വെബ് പേജ്, വേറെ പ്രത്യേകിച്ച് ഞാൻ റിഫ്രഷ് ചെയ്യുന്നു. ഇവിടെ നമ്മുടെ സെർവർ റണ്ണിങ് ആണ്. ഓക്കെ, അതിനായിട്ട് ആദ്യം നമ്മളിവിടെ ഈ ഒരു ഇൻഡെക്സ് പേജ് എന്നോട് ഡിലീറ്റ് ചെയ്യണം. ഇൻഡെക്സ് പേജ് മാത്രമേ ഞാൻ മാറ്റുന്നുള്ളൂ, ബാക്കിയുള്ളത് ഓൾറെഡി ഇവിടെ ഉള്ളതുപോലെ ഇരിക്കുകയാണ്. ജസ്റ്റ് ഡെമോൺസ്ട്രേഷൻ വേണ്ടി ഇൻഡെക്സ് പേജ് മാത്രമേ ഞാൻ എഡിറ്റ് ചെയ്യുന്നുള്ളൂ. അതിന് മുമ്പ് നമ്മളൊരു പാക്കേജ് ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. ഫ്രം ജാങ്കോ ഡോട്ട് വ്യൂസ് ഇമ്പോർട്ട് വ്യൂ. വ്യൂവിൻ്റെ V ക്യാപിറ്റലായിട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യും, ക്ലാസ് ഇൻഡെക്സ് വ്യൂ. ഓക്കെ, ഇപ്പം നിങ്ങൾ വ്യത്യാസം അറിയാം. നമ്മൾ നേരത്തെ കൊടുത്ത പോലത്തെ ഒരു ഇതല്ല കൊടുത്തിട്ടുണ്ട്. അതായത് നേരത്തെ നമ്മൾ അറിയാം ജസ്റ്റ് ഒരു ഇൻഡെക്സ് ഇങ്ങനെ ഡെഫ് ഇൻഡെക്സ് മാത്രമേ കൊടുത്തിട്ടുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ പക്ഷേ ഇവിടെ നമ്മൾ കൊടുത്ത് ഇൻഡെക്സ് വ്യൂ എന്ന് കൊടുത്തു. അപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ പൈത്തൺ ബേസിക്സ് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഓരോന്നിൻ്റെ നെയിമിംഗ് കൺവെൻഷൻ നോക്കിയിരുന്നു. അപ്പോൾ ക്ലാസ്സസ് എഴുതുന്ന സമയത്ത് ക്ലാസിൻ്റെ ആദ്യത്തെ വേർഡിൻ്റെ, അതായത് ഒരു ക്ലാസ് എഴുതുന്ന സമയത്ത് അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ നമ്മൾ ക്യാപിറ്റലിൽ കൊടുക്കുക എന്നൊരു ഇതുണ്ടായിരുന്നു. ആ രീതിയിലാണ് ഇവിടെ ഇൻഡെക്സ് വ്യൂ എന്ന് തന്നെ കൊടുക്കുന്നത്. പിന്നെ ഇൻഡെക്സ് വ്യൂ എന്ന് കൊടുക്കുന്നത് പ്രത്യേകിച്ച് നിർബന്ധമൊന്നുമില്ലെന്ന് തോന്നുന്നു. എന്നാലും നമ്മൾ ആ ഒരു ഫോർമാറ്റ് കീപ്പ് ചെയ്ത് എഴുതുക. അപ്പോൾ എന്ത് ഒരു വ്യൂ എഴുതിയാലും ഇൻഡെക്സ് വ്യൂ എന്ന് കൊടുക്കുക. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പ്രൊഡക്ട്സിന്റെ ഒരു പേജ് ആണെങ്കിൽ പ്രൊഡക്റ്റ് വ്യൂ എന്ന് വേണമെങ്കിൽ കൊടുക്കാം. അല്ലെങ്കിൽ പിന്നെ സ്റ്റുഡന്റിന്റെ ആണ് സ്റ്റുഡന്റ് വ്യൂ. അങ്ങനെ വ്യൂ എന്നും കൂടി ചേർത്ത് കൊടുക്കാം. വ്യൂവിന്റെ വിയും ഈ ഇൻഡെക്സിന്റെ ഐ ഇവിടെ ക്യാപിറ്റൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാണ്, വേറൊരു ക്ലാസ്സിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയാണ് നമ്മളിവിടെ ഒരു വ്യൂ എന്ന് പറഞ്ഞുള്ളത് ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് അത് കൊടുക്കുക, വ്യൂ എന്ന് പറഞ്ഞത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമുക്ക് കൊടുക്കാവുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 മെത്തേഡാണ് ബേസിക്കലി നമ്മൾ പഠിച്ചിട്ടുള്ളത്, പോസ്റ്റ് മെത്തേഡും ഗെറ്റ് മെത്തേഡും. ബൈ ഡിഫോൾട്ട് എല്ലാം തന്നെ ഗെറ്റ് മെത്തേഡാണ്. സോ നമുക്ക് ഗെറ്റ് മെത്തേഡിന് വേണ്ടിയുള്ള കോഡ് ആദ്യം എഴുതുക. അതിന് ജസ്റ്റ് നമ്മളൊരു ഫംഗ്ഷൻ എഴുതുക, ഗെറ്റ് എന്ന് മാത്രം കൊടുക്കുക. അതിനകത്തേക്ക് 2 പാരാമീറ്റർ കൊടുക്കുക, സെൽഫ് കോമ റിക്വസ്റ്റ്. ഓക്കെ, സെൽഫ് കോമ റിക്വസ്റ്റ് ഞാൻ കൊടുത്തു. സെൽഫ് എന്തിനാ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. കാര്യം നമുക്കറിയാം, ഒരു ക്ലാസ്സിനുള്ളിൽ നമ്മൾ പല മെത്തേഡ്സും കാര്യങ്ങളും എഴുതുന്ന സമയത്ത് ആ ക്ലാസ്സിലെ വാല്യൂസിനെ എല്ലാം ആക്സസ് ചെയ്യണം. ആ ക്ലാസ്സിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെൽഫ് കൊടുക്കുന്നത്. നമ്മൾ ഓൾറെഡി പൈത്തൺ പഠിച്ച സമയത്ത് പഠിച്ചിട്ടുള്ള കാര്യമാണ്. ബാക്കി പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട. നമ്മൾ ജസ്റ്റ് സ്റ്റുഡൻറ്റ് ഞാനൊരു ഇത് കൊടുത്തു, സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വേരിയബിൾ കൊടുത്തു. അതിനകത്തേക്ക് ആ സ്റ്റുഡൻറ്റിലെ ഡാറ്റ ഞാൻ ജസ്റ്റ് എടുക്കുകയാണ്. എല്ലാ സ്റ്റുഡൻസിൻ്റെ ഡാറ്റ എടുക്കുക. സ്റ്റുഡൻറ്റ് ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ഓൾ എന്ന് പറഞ്ഞെടുത്തു. എന്നിട്ട് സാധാരണ നമ്മളൊരു ഫംഗ്ഷൻ എഴുതുന്നത് റിട്ടേൺ റെൻഡർ റിക്വസ്റ്റ് കോമ എന്നിട്ട് ആ ഫയലിൻ്റെ ഇൻഡെക്സ് ഡോട്ട് HTML എന്ന് ഞാൻ കൊടുത്തു. ജസ്റ്റ് ഞാനിവിടെ സേവ് ചെയ്തിട്ടുണ്ട്. സേവ് ചെയ്ത് നമുക്ക് ഇവിടെ URLs ഡോട്ട് ഫയലിൽ ഒരു വാർണിംഗ് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം എന്താ ഇഷ്യൂ. കാര്യം ഈ ഇൻഡെക്സ് എന്ന് പറഞ്ഞ സംഭവം നമ്മൾ ഓൾറെഡി കളഞ്ഞു. കാര്യം ഇൻഡെക്സ് എന്നുള്ളത് നമ്മുടെ ഫംഗ്ഷൻ ബേസ്ഡ് വ്യൂവിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നായിരുന്നു. അപ്പോൾ അത് ഇപ്പം ഇല്ല. ആക്ച്വലി അതിന് പകരമാണ് നമ്മളിപ്പോൾ ഇവിടെ ഇൻഡെക്സ് വ്യൂ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് വിചാരിക്കും ഇൻഡെക്സ് വ്യൂ ഇങ്ങനെ കൊടുത്താൽ പോരെ എന്ന് വിചാരിക്കും.
ഇങ്ങനെ കൊടുത്താൽ പോരെ വിചാരിക്കും. പക്ഷെ അത് പോരാ. കാര്യം നമ്മുടെ ക്ലാസ് ബേസ്ഡ് വ്യൂസ് ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നമ്മൾ ആദ്യം അതിന്റെ പേര് കൊടുക്കുക, അതിനുശേഷം ഒരു ഡോട്ട് കൊടുക്കുക, എന്നിട്ട് _view എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് കൊടുത്ത് സെറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇവിടെ നമ്മുടെ പേജിൽ ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഗൈസ്, നമ്മളിവിടെ പ്രത്യേകിച്ച് മാറ്റവും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതിന്റെ മെയിൻ ഇഷ്യൂ വേറെ ഒന്നുമില്ല. നമ്മളൊരു കാര്യം അവിടെ വിട്ടുപോയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് അവിടെ ഒരു ഇൻഡെക്സ് പേജ് മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ജസ്റ്റ് ആ ഒരു ഡാറ്റേനെ ഇവിടുന്ന് പാസ് ചെയ്തിട്ടുണ്ട്. റൈറ്റ്, ഇനി നമുക്കൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഞാൻ റീഫ്രഷ് ചെയ്തു, ഡാറ്റ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വേറെ പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഇവിടെ നമ്മളിപ്പോൾ ഇവിടെ ഒരു ഇൻഡെക്സ് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്നതിന് പകരം ഇവിടെ ക്ലാസ്സിനുള്ളിൽ നമ്മൾ മെത്തേഡിന്റെ പേരിൽ കൊടുത്തു. അതായത് ഗെറ്റ് മെത്തേഡ് ആണ് ഗെറ്റ് കൊടുത്തു. നിങ്ങൾക്ക് പോസ്റ്റ് മെത്തേഡ് ആണ് വേണ്ടത്. പോസ്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഡെഫ് പോസ്റ്റ് എന്ന് കൊടുക്കുക, അതിനകത്തേക്ക് സെൽഫ് കൊടുക്കുക, റിക്വസ്റ്റ് കൊടുക്കുക. ഓക്കെ, ഞാൻ ജസ്റ്റ് എന്താ പറയുക, ഇതൊരു പോസ്റ്റ് മെത്തേഡിൽ നിന്ന് വന്നേക്കണമെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ഇത് കൊടുക്കണം, പോസ്റ്റ് മെത്തേഡ് കോൾഡ്. ഓക്കെ, ഇങ്ങനെ കൊടുത്തു. ഞാൻ അത് സേവ് ചെയ്തു. പിന്നെ നമ്മൾ റിട്ടേൺ ചെയ്യണമല്ലോ, റിട്ടേൺ റെൻഡർ റിക്വസ്റ്റ് കോമ index.html. ഓക്കെ, ഞാനിവിടെ ഈ ഡാറ്റ ഒന്നും പാസ് ചെയ്തില്ല, ജസ്റ്റ് ഇത് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യാൻ പ്രത്യേകിച്ചൊന്നും വരില്ല. കാര്യം ഇത് ഗെറ്റ് മെത്തേഡ് തന്നെയാണ് റീഫ്രഷ് ചെയ്യുമ്പോൾ വരുന്നത്. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് നമുക്ക് സബ്മിറ്റ് എന്ന് പറഞ്ഞിട്ട്. ഞാനിപ്പോൾ നമ്മുടെ HTML പേജ് കാണിച്ചിട്ടാണ് കാണിക്കാൻ. ഇവിടെ കൊടുത്ത് വേറെ ഒന്നും കൊടുത്തില്ല, ജസ്റ്റ് ഇൻഡെക്സ് പേജിലേക്ക് തന്നെ റീഡയറക്റ്റ് ചെയ്യുന്ന ഒരു പോസ്റ്റ് മെത്തേഡാണ്. പിന്നെ ഇവിടെ CSRF ടോക്കൺ കൊടുക്കുന്നുണ്ട്. അതുപോലെ സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നമുക്കതൊന്ന് സബ്മിറ്റ് ക്ലിക്ക് ചെയ്ത് ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ വേറെ ഇവിടുത്തെ ഡാറ്റ കാര്യങ്ങൾ പോയി. കാര്യം നമ്മൾ ഡാറ്റ അവിടെ നിന്ന് റിട്രീവ് ചെയ്യുന്നില്ല, ജസ്റ്റ് ആ ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് മാത്രമേ കൊടുത്തുള്ളൂ. പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് വർക്കിംഗ് ആണോ അല്ലയോ എന്ന് അറിയാൻ ജസ്റ്റ് ഇവിടെ നോക്കിയാൽ അറിയാം. നമുക്ക് ഇവിടെ യെസ് ഇവിടെ കാണാം, നമുക്ക് പോസ്റ്റ് മെത്തേഡ് കോൾഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ അതുപോലെ. ഇപ്പോൾ നിങ്ങൾക്ക് ബാക്കി പോസ്റ്റ് മെത്തേഡ് സാധാരണ ഇവിടുന്ന് ഡാറ്റ അങ്ങോട്ട് പാസ് ചെയ്യുമ്പോഴാണ്, ഇപ്പോൾ അതായത് ഒരു ഫോമോ വല്ലതും വെച്ചിട്ട് ആ ഫോമിൽ നിന്ന് ഡാറ്റ നമ്മൾ പാസ് ചെയ്യുന്ന സമയത്താണ് അവിടെ ഡാറ്റ നമ്മൾ പ്രോസസ് ചെയ്യണം. അതിനാണ് പോസ്റ്റ് മെത്തേഡ് സാധാരണ യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ സാധാരണ ചെയ്തിട്ടുള്ള അതേ മെത്തേഡ് ഇവിടെ ഒരു പോസ്റ്റ് മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ എടുക്കുക, ഇവിടുന്ന് ഞാനൊരു നെയിം മാത്രം എടുക്കാം. ഓക്കെ, നെയിം മാത്രം ഞാനിവിടെ കൊടുക്കുവാണ്. ഇപ്പോൾ പിന്നെ വേറെ കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ സാധാരണ ഒരു ഫംഗ്ഷൻ എഴുതുമ്പോൾ ഈ റിക്വസ്റ്റ് ഡോട്ട് മെത്തേഡ് =post എന്ന് കൊടുക്കാറുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ല, ഓൾറെഡി നമ്മൾ പോസ്റ്റ് ആണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ നെയിം എന്ന് പറഞ്ഞൊരു പാരാമീറ്റർ മാത്രം ഫ്രണ്ടിൽ നിന്ന് ഇങ്ങോട്ട് പാസ് ചെയ്യുക. അത് ജസ്റ്റ് എന്നിട്ട് പ്രിന്റ് ചെയ്യാം നമുക്ക്. ഓക്കെ, പ്രിന്റ് നെയിം, ഫുൾ കോളം കൊടുക്കുക, സ്പേസ് കൊടുത്തിട്ട് നെയിം എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, ഈ നെയിം നമുക്ക് ജസ്റ്റ് ഒരു കാര്യം കൂടി ചെയ്യണം. ഇവിടെ ഒരു നെയിം എടുക്കാൻ വേണ്ടിയിട്ട് ഇൻപുട്ട് ഫീൽഡ് കൊടുക്കാം. ഇൻപുട്ട് കൊടുത്തു, ടൈപ്പ് ടെക്സ്റ്റ് തന്നെ കൊടുക്കട്ടെ. പ്ലേസ് ഹോൾഡർ ആണ് കൊടുത്തത്. പ്ലേസ് ഹോൾഡർ എന്ന് പറയുമ്പോൾ എൻ്റർ നെയിം. ഓക്കെ, എൻ്റർ നെയിം ഞാൻ കൊടുത്തു. പിന്നെ വേറെ കാര്യം നെയിം എന്ന് നമ്മൾ കൊടുക്കണം. ഓക്കെ, നെയിം =നെയിം. നെയിം എന്ന് പറഞ്ഞാൽ നെയിം തന്നെയായിട്ട് കൊടുക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മളുടെ ഈ പേജ് എടുത്തൊന്ന് റിഫ്രഷ് ചെയ്യുന്ന സോറി എന്ന്. ഓക്കെ, നമുക്ക് വന്നിട്ടുണ്ട് ഇവിടെ പേര് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ജോൺ എന്ന് കൊടുക്കും, JO. ഓക്കെ, ഞാനിവിടെ JOH ജോൺ എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഞാനിവിടെ സബ്മിറ്റ് കൊടുത്തു. സബ്മിറ്റ് കൊടുക്കുന്ന സമയത്ത് എന്തോ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു, ജസ്റ്റ് കറങ്ങുന്നുണ്ട്. എന്താ നോക്കാം നമുക്ക്. വ്യൂസിനകത്ത് post.get സോറി എസ് നെയിം എന്ന് കൊടുത്തു. ഇവിടെ നെയിം മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒന്ന് കൊടുത്തു, ഒന്ന് റീഫ്രഷ് ചെയ്തു. ഇവിടെ ഞാൻ ജോൺ എന്ന് പറഞ്ഞു കൊടുത്തു, സബ്മിറ്റ് കൊടുത്തു. സെർവർ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ജസ്റ്റ് അങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഇവിടെ ഒരു എറർ കാണിക്കുന്നു, ബ്രോക്കൺ പൈപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുക, ഒന്നുകൂടി ഒന്ന് റൺ ചെയ്യാം. റൺ ചെയ്തിട്ട് ഒന്നുകൂടി റീഫ്രഷ് ചെയ്യുക. ഞാനിവിടെ ജോൺ എന്ന് പറഞ്ഞു കൊടുത്തു, സബ്മിറ്റ് കൊടുത്തു. അപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. ഇവിടെ നോക്കി അറിയാം, നെയിം ജോൺ വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇപ്പോൾ മനസ്സിലായില്ലേ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ജസ്റ്റ് നമ്മളൊരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് പോസ്റ്റിനുള്ള ഡാറ്റ ഫുൾ കൊടുക്കും. ഇപ്പോൾ ഫസ്റ്റ് ഞാൻ നെയിം ഇവിടെ എടുത്തു. നെയിം ഫോൺ എന്ന് വേണമെങ്കിൽ ഫോൺ ഇതുപോലെ എടുക്കാം. ഫോൺ =request.post.get ഫോൺ എന്ന് പറഞ്ഞു കൊടുക്കുക. അതുപോലെ ഫോൺ നമ്പർ, ഫോൺ എടുക്കാം. അതുപോലെ ഏത് ഡാറ്റ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് എടുക്കാം, എന്നിട്ട് സേവ് ചെയ്യണമെങ്കിൽ സേവ് ചെയ്യാം. അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ വേറൊരു ഓപ്ഷൻ ഇവിടെ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നമ്മൾ ടെംപ്ലേറ്റ് നെയിം ഇവിടെ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാം. ടെംപ്ലേറ്റ് _നെയിം എന്ന് പറഞ്ഞ വേരിയബിൾ ഞാൻ കൊടുത്തു. എന്നിട്ട് ഇവിടെ ആ ടെംപ്ലേറ്റിന്റെ പേര് എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ കൊടുത്തു. അതിനുശേഷം ഞാൻ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് എനിക്കിത് ആക്സസ് ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ index.html വരും. സെൽഫ് എന്ന് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഫംഗ്ഷന് പുറത്തുള്ള ഒരു വേരിയബിൾ ആണ്, പക്ഷേ ആ അതേ ക്ലാസ്സിൽ തന്നെയാണ് ഈ ടെംപ്ലേറ്റ് നെയിം എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിൾ. സോ സെൽഫ് ഡോട്ട് ടെംപ്ലേറ്റ് നെയിം എന്ന് പറഞ്ഞു കൊടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് നമ്മുടെ ഹോം പേജ് മാത്രം ഒന്ന് റിഫ്രഷ് ചെയ്ത് കാണിക്കാം. പ്രത്യേകിച്ച് ഒരു മാറ്റമില്ല, കറക്റ്റ് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ,
അപ്പോൾ അത്രയേ ഉള്ളൂ ഈ പറയുന്ന ക്ലാസ് ബേസ്ഡ് വ്യൂ എങ്ങനെയാണെന്നുള്ളത്. പക്ഷേ വേറൊരു ടൈപ്പ് വ്യൂ കൂടി എടുത്ത് ജസ്റ്റ് നമുക്കൊന്ന് കമന്റ് ഔട്ട് ചെയ്യാം, കുറച്ച് സ്പേസ് കൊടുക്കാം. വേറൊരു ടൈപ്പ് വ്യൂസ് ഉണ്ട്, ജനറിക് വ്യൂസ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അത് കുറച്ചുകൂടി സിമ്പിൾ ആയിരിക്കും. കാര്യം നമുക്ക് ജസ്റ്റ് ഇവിടെ ഈ വ്യൂ മാറ്റിയിട്ട് ജനറിക് എന്ന് പറഞ്ഞ് ഇമ്പോർട്ട് ചെയ്യാം. അതിനുശേഷം ഇതേ പേര് തന്നെ ഞാൻ ക്ലാസ് കൊടുക്കണം, ക്ലാസ് ഇൻഡെക്സ് വ്യൂ എന്ന് പറഞ്ഞു കൊടുക്കും. അതിനുള്ളിൽ ജനറിക് എന്ന് പറഞ്ഞു കൊടുക്കും. ജനറിക് എന്ന് മാത്രം നമ്മൾ നേരത്തെ ജസ്റ്റ് ഇവിടെ നോക്കി അറിയാം, വ്യൂ എന്ന് മാത്രമേ എന്തോ ഇഷ്യൂ ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു വ്യൂ മാത്രമേ നമ്മൾ നേരത്തെ വ്യൂ മാത്രമേ ഇവിടെ പാരാമീറ്റർ ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ യൂസ് ചെയ്തുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നമുക്ക് പല ടൈപ്പ് വ്യൂസ് അവിടെ വരുന്നത്. അതായത് നമ്മളിപ്പോൾ ചിലത് ഡിലീറ്റിന് വേണ്ടിയായിരിക്കും, ചിലത് നമുക്കൊരു പർട്ടിക്കുലർ സ്റ്റുഡന്റിന്റെ ഡാറ്റ, അതായത് ID 1 ആയിട്ടുള്ള സ്റ്റുഡന്റിന്റെ ഡാറ്റ മാത്രം എടുക്കാൻ വേണ്ടിയിട്ട് വല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ സാധാരണ എന്താ student.object.id = 1 എന്നൊക്കെ പറഞ്ഞിടും. അപ്പോൾ അതുപോലെ ഒരു പർട്ടിക്കുലർ ഡാറ്റ എടുക്കാൻ, അതിൽ ഇപ്പം ലിസ്റ്റ് ഓഫ് ഡാറ്റ, ലിസ്റ്റ് ഓഫ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റുഡൻസിന്റെ എല്ലാം ഇപ്പോൾ നമ്മൾ ഇൻഡെക്സ് പേജ് ചെയ്തിരിക്കുന്ന ലിസ്റ്റ് ഓഫ് ഡാറ്റാസ് ആണ്. അങ്ങനത്തെ അത്തരം ഡാറ്റ എടുക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മളിവിടെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ക്ലാസ്സിൽ വ്യത്യാസം. ഇപ്പോൾ generic.listView അതാണ് നമ്മൾ ലിസ്റ്റ് വ്യൂവിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇവിടെ തന്നെ കൊടുക്കേണ്ടതുണ്ട്. ഒന്ന് മോഡൽ, നമ്മുടെ മോഡൽ എന്താണെന്ന് വെച്ചാൽ കൊടുക്കാം. മോഡൽ എന്താണ്? സ്റ്റുഡന്റ് എന്നാണ് നമ്മുടെ മോഡലിന്റെ പേര്. ഓക്കെ, സ്റ്റുഡന്റ് എന്ന് പറഞ്ഞു കൊടുക്കുക. അടുത്തതായിട്ട് കൊടുക്കേണ്ടതാണ് ടെംപ്ലേറ്റ് നെയിം. ടെംപ്ലേറ്റ് നെയിം എന്ന് പറഞ്ഞിട്ട് ഈക്വൽ ടു ആ ടെംപ്ലേറ്റിന്റെ പേര് index.html. പിന്നെ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോണ്ടെക്സ്റ്റ് ഒബ്ജക്റ്റ് നെയിം. അതായത് നമ്മൾ കാണിച്ചു തരാം, ജസ്റ്റ് ഇങ്ങനെ കൊടുക്കുക. ഓക്കെ, നമ്മളിവിടെ ഇൻഡെക്സ് പേജിൽ ലൂപ്പ് ചെയ്യണം. ഓക്കെ, ഫോർ I in സ്റ്റുഡ് എന്ന് പറഞ്ഞിട്ടാണ്, സ്റ്റുഡന്റ് എന്ന ഒബ്ജക്റ്റിന് നമ്മൾ സ്റ്റുഡ് എന്ന് വെച്ചിട്ടാണ് മെൻഷൻ ചെയ്യുന്നത്. അതായത് ഇവിടെ നമുക്കറിയാം നമ്മളിവിടെ റിട്ടേൺ കൊടുത്തു, റിട്ടേൺ റെൻഡർ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഈ ഒരു വാല്യൂ കോണ്ടസ്റ്റ് ഇവിടെ പാസ് ചെയ്തു. ഈ പറയുന്ന ഈ ഡിക്ഷണറി പോലെ പാസ് ചെയ്യുന്നതിനാണ് കോണ്ടസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ പേര് നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത് അത് ഇവിടെ കൊടുക്കുക. സ്റ്റുഡന്റ് എന്നാണ് സ്റ്റുഡന്റ് എന്ന് കൊടുക്കുക. ഞാനിവിടെ സ്റ്റുഡ് എന്നാണ് യൂസ് ചെയ്തത്, സ്റ്റുഡ് എന്ന് പറഞ്ഞു കൊടുക്കുക, സേവ് ചെയ്യാം. ഇനി നമുക്ക് നോക്കാം എന്താണ് അതിന്റെ റിസൾട്ട്. ഇവിടെ പ്രത്യേകിച്ച് ജസ്റ്റ് റീഫ്രഷ് ചെയ്തു, ഒരു മാറ്റം വന്നിട്ടില്ല. ഓക്കെ, ആക്ച്വലി ഇത് വർക്കിംഗ് ഫൈൻ ആണ്. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഞാൻ കമന്റ് ഔട്ട് ചെയ്ത് കൂടി ഒന്ന് റീഫ്രഷ് ചെയ്തു. റീഫ്രഷ് ചെയ്യുമ്പോൾ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. എറർ വരാനുള്ള പ്ലാനാണ് എന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് നോക്കാം. നമുക്ക് ഒന്ന് നിർത്തി, നമ്മുടെ സെർവറിനെ ഒന്ന് നിർത്തിയിട്ട് നമുക്കൊന്നുകൂടി എടുക്കാം. ഓക്കെ, സെർവർ റണ്ണിങ് ആണ്. ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്തു, ഒന്നും വന്നിട്ടില്ല. ഓക്കെ, ഒന്നും വന്നിട്ടില്ല. കാര്യം ഈ ഒരു ഡാറ്റ അവൾ കൊടുത്തിട്ടില്ല. ഓക്കെ, നമ്മളിങ്ങനെ ഡാറ്റ കൊടുത്തു, സ്റ്റുഡന്റ് എന്ന് പറഞ്ഞു കൊടുത്തു. ഇത്രയും കൊടുത്താൽ മതി. കാര്യം നമ്മളിവിടെ സാധാരണ ഫംഗ്ഷൻ ബേസ്ഡ് വ്യൂസ് എഴുതുന്നത് തന്നെയാണ് ഈ പറയുന്ന സാധാരണ നമ്മുടെ വ്യൂ എക്സ്റ്റെൻഡ് ക്ലാസ് ബേസ്ഡ് വ്യൂ സെറ്റ് ചെയ്തിരിക്കും. കാര്യം അതിനുള്ളിൽ ഡെഫ് ഇൻഡെക്സ് എന്ന് കൊടുക്കുന്നതിന് പകരം ഡെഫ് ഗെറ്റ് എന്ന് പറഞ്ഞു കൊടുത്തു, അതിൽ പോസ്റ്റ് എന്ന് കൊടുത്തു. പോസ്റ്റ് മാത്രമല്ല, ഡിലീറ്റ് മെത്തേഡ് ഉണ്ട്, പുട്ട് ഉണ്ട്, പാച്ച് ഉണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. എന്ത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ ഗെറ്റ് പോസ്റ്റ് ഒക്കെ ഞാൻ കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല, ജസ്റ്റ് മോഡലിന്റെ പേര് കൊടുത്തു, ഈ പറയുന്ന ഇൻഡെക്സ് കൊടുത്തു, അതുപോലെ സ്റ്റുഡ് കൊടുത്തു. അപ്പോൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ്, കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. ഈ ഇത്രയും കോഡുകളുടെ ആവശ്യം, വെറും 3 ലൈൻ ഓഫ് കോഡ് കൊണ്ട് ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെങ്കിൽ വേറെ കൊടുക്കാം. ഇവിടെ ഡെഫ് ഗെറ്റ് അണ്ടർസ്കോർ ക്വറി സെറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കാം നമുക്ക്. ഓക്കെ, ക്വറി സെറ്റ് എന്ന് കൊടുത്തിട്ട് നമുക്കിവിടെ ജസ്റ്റ് എന്താ പറയുക, ഇത്രയും കൊടുക്കരുത്. ഓക്കെ, സെൽഫ് മാത്രം കൊടുക്കാം. സെൽഫ് കൊടുത്തിട്ട് നമുക്കിവിടെ ജസ്റ്റ് പ്രിന്റ് കൊടുക്കാം. പ്രിന്റ് ഹലോ എന്ന് ഞാനിവിടെ ജസ്റ്റ് കൊടുത്തു. ഞാനൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാം ഹലോ എന്ന് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നല്ല, നമുക്ക് എക്സ്ട്രാ ചില ഫംഗ്ഷനാലിറ്റികൾ ഈ പറയുന്ന ഫംഗ്ഷനകത്ത് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. ഈ പറയുന്ന ഇങ്ങനെ ഒരു മെത്തേഡോടും ഗെറ്റ് അണ്ടർസ്കോർ ക്വറി സെറ്റ് സെൽഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനുള്ളിൽ എക്സിക്യൂട്ട് ചെയ്യാം. ബാക്കിയുള്ള എക്സ്ട്രാ കാര്യങ്ങൾ ചെയ്യണം. ഇവിടെ ജസ്റ്റ് നമ്മൾ എന്താ ഒരു കോണ്ടസ്റ്റ് നെയിം കൊടുത്തു, അതുപോലെ നമ്മുടെ ഏത് പേജിലേക്കാണ് റെൻഡർ ചെയ്യേണ്ടതെന്ന് കൊടുത്തു, അതുപോലെ മോഡലും കൊടുത്തു. അത്രേ ചെയ്തുള്ളൂ. ഇനി അതല്ല എക്സ്ട്രാ നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷനാലിറ്റി ആണെങ്കിൽ ഇവിടെ ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ബേസിക്കലി വ്യൂ എന്താണ്, ഫംഗ്ഷൻ ബേസ്ഡ് വ്യൂ നേരത്തെ പഠിച്ചു. ഇപ്പോൾ ക്ലാസ് ബേസ്ഡ് വ്യൂ എങ്ങനെയാണ്, അത് ജനറിക് വ്യൂസ് എങ്ങനെയാണ് എന്നുള്ളത് പഠിച്ചു. പക്ഷെ ഇനിയുള്ളത് നിങ്ങൾക്കുള്ളൊരു ടാസ്ക് ആണ്. അതായത് ഇപ്പം നമ്മളിപ്പോൾ ലിസ്റ്റ് വ്യൂ മാത്രമേ ഇവിടെ നോക്കിയിട്ടുള്ളൂ. ലിസ്റ്റ് വ്യൂ പോലെ വേറെ ഉണ്ട്, ഡിലീറ്റ് വ്യൂ ഉണ്ട്, ഡീറ്റെയിൽഡ് വ്യൂ ഉണ്ട്. ഓക്കെ, അങ്ങനെ പലതരം അപ്ഡേറ്റ് വ്യൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരം വ്യൂസ് ഒക്കെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. എങ്ങനെയാണ് ഇപ്പം നമ്മൾ ഗെറ്റ് മെത്തേഡ് പഠിച്ചു, അതുപോലെ പോസ്റ്റ് മെത്തേഡ് എങ്ങനെയാണ് ഇവിടെ അപ്ലൈ ചെയ്യുക എന്നുള്ളത് ജസ്റ്റ് ഗൂഗിൾ ചെയ്യുക എന്നുള്ളത് ബേസിക്കലി നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒഫീഷ്യൽ ഡോക്യുമെന്റേഷൻ തന്നെ വായിക്കുക. അപ്പോൾ അതിനകത്ത് കുറച്ചുകൂടി വ്യക്തമായിട്ട് എന്താ പറയുക പലതും പറയുന്നുണ്ട്. അപ്പോൾ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. നിങ്ങൾക്ക് അതല്ല, നിങ്ങൾക്ക് എവിടുന്നാണ് റെഫർ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അവിടെ നോക്കുക. കാര്യം ഗൂഗിളിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ എത്രയും പഠിച്ചു, എല്ലാം നന്നായിട്ട് പഠിച്ചിട്ട് നമ്മൾ ജോലിക്ക് കയറി എവിടെയെങ്കിലും ജോലിക്ക് കയറി കുറച്ച് കഴിയുമ്പോഴത്തേനും എന്തെങ്കിലുമൊക്കെ പഠിക്കേണ്ടി വരും. പക്ഷെ ആ സമയത്ത് ഗൂഗിളിങ് ഇപ്പോൾ മാത്രമേ നമുക്കൊരു ഓപ്ഷൻ ഉള്ളൂ, ഗൂഗിൾ ചെയ്ത് പഠിക്കുക എന്നുള്ള ഓപ്ഷൻ ഉള്ളൂ. അപ്പോൾ പിന്നെ ഡോക്യുമെന്റേഷൻ വായിക്കണം എന്ന് പറയുന്നത് വേറെ ഒന്നല്ല,
വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല കാര്യങ്ങളും നമുക്ക് വേറെ ട്യൂട്ടോറിയലോ അല്ലെങ്കിൽ പിന്നെ വേറെ വെബ്സൈറ്റുകളിലോ യൂട്യൂബിലൊന്നും കിട്ടാത്ത പല കാര്യങ്ങളും നമ്മൾ പോകെ പോകെ ഒരു കരിയറിലേക്ക് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ അത് ഐ മീൻ ജോലിക്ക് കയറി കഴിയുമ്പോൾ നമുക്ക് ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഡോക്യുമെന്റേഷൻ വായിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഇതുവരെയുള്ള എല്ലാം ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാം. നിങ്ങൾ ജസ്റ്റ് ചെയ്ത് നോക്കുക, ഇത് കണ്ടു വിട്ട് കളയാതെ ജസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.